നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ജെമിനി ജ്യോതിഷത്തിൻ്റെ കാര്യമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കർമ്മസിദ്ധാന്തത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളോട് നമ്മൾ പഠിച്ചു. ഈ ജെമിനി ജ്യോതിഷം, പ്രത്യേകിച്ച് ആത്മകാരഗ്രഹമൊക്കെ നോക്കുമ്പം കർമ്മസിദ്ധാന്തത്തെക്കുറിച്ച് കുറച്ചെങ്കിലും ഒന്ന് ബേസിക്കെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ കർമ്മസിദ്ധാന്തത്തെക്കുറിച്ച് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫ്രീ വില്ലും അതുപോലെ തന്നെ ഫെയ്ത്തും ഇതിനിടയ്ക്കൊരു ന്യൂട്രൽ പോയിന്റ് ഉണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതിൻ്റെയും ഇടയിലൊരു ന്യൂട്രൽ പോയിന്റ് ഉണ്ട്. ആ സർവ്വ വിഷയങ്ങൾക്കും ഇടയിൽ ഒരു ന്യൂട്രൽ പോയിന്റ് ഉണ്ട്, ഒരു സീറോ സ്റ്റേറ്റ് ഉണ്ട്. അത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ദുഃഖമോ സുഖമോ ഉണ്ടാവാത്ത, അല്ലെങ്കിൽ സുഖമെന്ന് പറഞ്ഞാൽ അധികം ഹുക്ക്ഡാവാത്ത, അല്ല ദുഃഖം എന്ന് പറഞ്ഞാൽ അധികം ഹുക്ക്ഡാവാത്തൊരു പോയിന്റ് നമുക്കവിടെ എത്തും. അപ്പോൾ നമ്മൾ ഫ്രീ വില്ലിലേക്ക് ഒരുപാട് ആശ്രയിച്ചാലും ഫെയ്ത്തിലേക്ക് ഒരുപാട് ആശ്രയിച്ചാലും ശരി, രണ്ടും ലിമിറ്റേഷൻ തന്നെയാണ്, ഒരാളുടെ പരിമിതി തന്നെയാണ്. അപ്പം ഒരു വ്യക്തിയുടെ പരിമിതിയെ ഓവർകം ചെയ്തുകൊണ്ട് അവരുടെ പരമാവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് സർവ്വശാസ്ത്രങ്ങളും ഋഷിമാർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചക്ഷു ആണ്, ഒരു കാഴ്ചയാണ് ജ്യോതിഷം എന്നുള്ളത്. ഒരു മോക്ഷശാസ്ത്രമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു പല വിങ്ങുകളുണ്ട്. ഇപ്പം ജ്യോതിഷത്തിൽ നമ്മൾ പ്രധാനമായിട്ട് എടുക്കുന്ന വേദിക് അസ്ട്രോളജിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പരാശരക്രമമാണ്. പിന്നെ കേരളീയരായിട്ടുള്ള രീതിയിൽ വരാഹമിഹിരൻ്റെ ഹോരയും അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ, അതും സൂര്യസിദ്ധാന്തങ്ങളും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എടുക്കും. അതുപോലെ തന്നെ യവന ജ്യോതിഷത്തിൻ്റെ പല കാര്യങ്ങൾ, താജിക നീലകണ്ഠിയും താജിക രീതികൾ എടുക്കും. കൃഷ്ണമൂർത്തി പദ്ധതി ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു രീതിയാണ്. വിംശോത്തരി നക്ഷത്രദശയുടെ ടെക്നിക്ക് വെച്ചിട്ട് പ്ലാസിഡസ്, വെസ്റ്റേൺ ആയിട്ടുള്ള പ്ലാസിഡസ് രീതിയും കൂടെ, ഭാവാരീതികളും കൂടെ നോക്കിയിട്ട് ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് കൃഷ്ണമൂർത്തി പദ്ധതി. അതേപോലെ തന്നെ ഉള്ള പ്രാചീനമായിട്ടുള്ള അതൊക്കെ ഓരോ അസ്ട്രോളജിയുടെ ഓരോ രീതികളാണ്, ഫലം പറയാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാൻ വേണ്ടി ഓരോ രീതി. അതിലെ ഒരു ക്രമമാണ് ജെമിനി അസ്ട്രോളജി. ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ തുടക്കം പറഞ്ഞിരുന്നു. അതിൽ ആത്മകാരഗ്രഹത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ ആഗ്രഹങ്ങളെ, അയാളുടെ ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള ഡെപ്റ്റിനെ, അല്ലെങ്കിൽ അയാളെ പൂർവ്വജന്മങ്ങളിലായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന സബ്ജക്റ്റുകൾ, അപ്പം അത് ഈ ജന്മം ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ളതും, അത് ഏത് ഗ്രഹത്തിൻ്റെ കാരകത്വത്തിലാണ് വരുന്നതെന്നൊക്കെയുള്ളതാണ് നമ്മൾ ആത്മകാരഗ്രഹത്തെക്കുറിച്ച് പഠിക്കുമ്പം മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആത്മകാരഗ്രഹത്തോടൊപ്പം തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുണ്ട് ജെമിനി അസ്ട്രോളജിയിൽ. അത് ഒന്നാണ് കാരകാംശകം എന്ന് പറയുന്നത്. D1 അതായത് ഗ്രഹനിലയിൽ ഏറ്റവും കൂടുതൽ ഡിഗ്രി സഞ്ചരിച്ചിരിക്കുന്ന ഗ്രഹമായിട്ടുള്ള ആത്മകാരക ഗ്രഹം D9 അതായത് നവാംശ ചാർട്ടിൽ ഇവിടെ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ച് അതിൻ്റെ ഒരു 2-3 രീതിയിൽ ആൾക്കാർ നോക്കും. ആ 3 രീതിയും എനിക്കറിയാവുന്ന, ഞാൻ പഠിച്ച സമയത്ത്, അല്ലെ പഠിക്കാൻ ശ്രമിച്ച സമയത്ത് എനിക്ക് മനസ്സിലായൊരു 3 രീതിയുണ്ട്. ആ രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കാരകാംശം നിർണ്ണയിക്കാനുള്ള പ്രധാനപ്പെട്ട 3 കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തേത് D1 ഒരു ഗ്രഹം ഏറ്റവും കൂടുതൽ ഡിഗ്രി സഞ്ചരിച്ചിരിക്കുന്നതിൻ്റെ പേരാണ് ആത്മകാരക ഗ്രഹം എന്നുള്ളത്. ആ ഗ്രഹം, രണ്ടാമത്തെ പോയിന്റ്, ആ ഗ്രഹം നവാംശക ചാർട്ടിൽ ഏത് രാശിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തേത്. നവാംശകത്തിൽ അത് ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയാണ് നിങ്ങളുടെ കാരകാംശകം എന്ന് പറയുന്നത്. കാരകാംശകം നോക്കുന്ന ജെമിനി രീതിയും അതുപോലെ തന്നെ പരാശരി രീതിയിലേക്ക് കൊണ്ടുവന്ന് നോക്കുന്ന 1-2 രീതികളുമുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ജെമിനി രീതി തന്നെ നോക്കാം. ആത്മകാരകനായ ഗ്രഹം കാരകാംശ രാശിയിൽ ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും നമ്മളുടെ ആത്മകാരകൻ വർക്ക് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത്, ഇപ്പോൾ ആത്മകാരകൻ ഒരാളുടെ ശുക്രനാണെങ്കിൽ ആ ശുക്രൻ്റെ അംശകം വന്നിരിക്കുന്നത് മീനത്തിലാണെങ്കിൽ വർക്ക് ചെയ്യുന്ന രീതിയല്ല കന്നിയിൽ വരുമ്പം. അപ്പം കന്നിയിലാകുമ്പം ശുക്രൻ്റെ നീച സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് കാരകാംശ ഗ്രഹം വർക്ക് ചെയ്യുന്നതും
മീനത്തിൽ നിന്ന് വർക്ക് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ശുക്രൻ്റെ. ഇതുപോലെ ബാക്കി 9 ഗ്രഹങ്ങളുടെയും നിങ്ങൾ നോക്കിക്കോണം. മനസ്സിലാവുന്നുണ്ടോ? ഇനിയും ആത്മകാര ഗ്രഹം സൂര്യനാണെന്നിരിക്കട്ടെ. അത് നവാംശ രാശിയിൽ D9 ചാർട്ടിൽ അത് ചിങ്ങത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ അത് സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ സർക്കാർ ജോലി, രാഷ്ട്രീയം, ലീഡർഷിപ്പ് ക്വാളിറ്റി, ഈഗോ സെൻട്രിക് ആയിട്ടുള്ളത് എല്ലാത്തിനും ഒരു വ്യക്തിത്വം, രാജകീയത വരും അല്ലേ? അതേസമയത്ത് തുലാത്തിലേക്കാണ് പോകുന്നതെങ്കിലോ നവാംശക രാശിയിൽ കാരകാംശം വന്നിരിക്കുന്നത്, ആത്മകാര ഗ്രഹം പോയി നിൽക്കുന്നത് തുലാത്തിലാണെന്നുണ്ടെങ്കിൽ ആ തുലാൻ രാശിയുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മകാരക ഗ്രഹം കാണിക്കുന്ന വിഷയങ്ങൾ, ഭാവത്തിൻ്റെ വിഷയങ്ങൾ നിങ്ങൾക്ക് ഇപ്പം ചിങ്ങമാണെങ്കിൽ കിട്ടുന്ന അത്ര എളുപ്പമായിരിക്കത്തില്ല തുലാം. എന്നാൽ മേടത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും. അപ്പം കാരകാംശം, ഡെസ്റ്റിനി പ്ലാനറ്റ് ആയിട്ടുള്ള ആത്മകാരക ഗ്രഹം കാരകാംശത്തിൽ നിൽക്കുമ്പോൾ ഒരു രാശിയുടെ, ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയുടെ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും ഫലം തരിക എന്നുള്ളത് ഒന്നാമത്തേത്. ഇനിയും ഒരു രീതി എന്ന് പറയുന്നത്, നിങ്ങൾ ആത്മാവിൻ്റെ വളർച്ച എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചിലർ D9 മാത്രം നോക്കും. നവാംശ രാശിയിൽ ആത്മകാര ഗ്രഹം എവിടെ നിൽക്കുന്നോ അത് ലഗ്നമായിട്ട് അങ്ങ് പരിഗണിച്ചിട്ട് ആ നവാംശ രാശി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കും. അപ്പം ഇങ്ങനെ ഒരു രീതി ഫോളോ ചെയ്യുന്നുണ്ട്. ഞാനത് അത്ര ഉപയോഗിക്കുന്നില്ല. എനിക്ക് അതിനേക്കാട്ടിലും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള വേറൊരു വഴി ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് കാരകാംശം, D9 ചാർട്ടിൽ കാരകാംശം വരുന്ന രാശി ഏതാണോ, ഏത് ഗ്രഹമാണോ ആ രാശിയും ഗ്രഹവും തമ്മിലുള്ള ബന്ധത്തിനനുസരിച്ച് നിങ്ങളുടെ ആത്മകാരകൻ്റെ സ്വഭാവവും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടിലേക്ക് എത്താനുള്ള ദൂരക്കുറവും കാണിച്ചു തരും. ഞാനതിന് ഉദാഹരണം പറഞ്ഞു. രവി ചിങ്ങത്തിൽ നിൽക്കുന്ന ഫലമല്ല തുലാത്തിൽ നിൽക്കുന്ന ഫലമല്ല മേടത്തിൽ. അപ്പം ഈ ശത്രുമിത്ര സ്ഥിതിയൊക്കെ നന്നായിട്ട് നോക്കിക്കോണം അത്. ഇനി അടുത്തത്, അതിൻ്റെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരകാംശ ലഗ്നം. കാരകാംശക ഭാവം എന്ന് പറയുന്നത് കാരകാംശ ലഗ്നമായിട്ട് പരിഗണിച്ച് അതിൻ്റെ 12 ഭാവങ്ങളും അതിൻ്റെ ഗ്രഹസ്ഥിതികളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഫലം പറയുന്ന ഒരു രീതിയുണ്ട്. ജെമിനി അസ്ട്രോളജിയിൽ അത് വളരെ പ്രചാരത്തിലുള്ള ഒരു രീതിയാണ്. ഇപ്പം സൂര്യൻ കാരകാംശമായിട്ട് നിന്നിട്ട് അതിന് ശേഷം അതിൻ്റെ ഫലങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയും. അതിൻ്റെ ചുറ്റും ആ ഗ്രഹത്തിൻ്റെ കേന്ദ്രത്തിലും ത്രികോണത്തിലുമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളും മറ്റംശങ്ങളും ഒക്കെ ആയിട്ട് പഠിച്ചുകൊണ്ട് അതിനെ പരിഗണിച്ചുകൊണ്ട് ആ D9 ചാർട്ട് വെച്ച് തന്നെ നോക്കുന്ന ഒരു രീതിയുണ്ട്. ഇനി മൂന്നാമത് ഗ്രഹാണാം അംശം ബലം എന്ന് നമ്മൾ കേരളീയർ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അതേതാണെന്ന് ചോദിച്ചാൽ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. എനിക്കത് എഫക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കാം. എനിക്ക് പല ആചാര്യന്മാരും അറിയാതെ ഇങ്ങനെ ഉപയോഗിച്ച് നോക്കാൻ തന്നെ പലരും പറയുന്നവരുമുണ്ട്, പലരും ഇങ്ങനെ നോക്കുന്നവരുണ്ട്. ഞാൻ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരാൾ മീനം ലഗ്നത്തിൽ ജനിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണം. D1 മാത്രം എടുത്താൽ മതിയേ. D1 മാത്രം എടുത്താൽ മതി. ഒരാൾ മീനം ലഗ്നത്തിൽ ജനിച്ചു. അയാളുടെ ജാതകത്തിൽ ആത്മകാരകനായ ഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ്. അത് സ്വക്ഷേത്രത്തിലെ 8 തുലാത്തിൽ നിൽപ്പുണ്ട്. 8ലാണ് നിൽക്കുന്നത്. അപ്പോൾ ആത്മകാര ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടല്ലോ അത്? ആത്മകാര ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് പോയി ആ വീഡിയോ കാണുക. എന്നിട്ട് അഷ്ടമത്തിൽ നിന്നാലുള്ള കഷ്ടപ്പാടുകൾ അതിന് വരും, അസുഖവും വരും. ഇത് എവിടം കൊണ്ടാണ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്, ഏത് വഴിയാണ് കൂടുതലായിട്ട് എഫേർട്ടുകൾ ഇടേണ്ടത് എന്ന് ചോദിച്ചാൽ, ഈ ശുക്രൻ നമ്മുടെ രാശിചക്രത്തിൽ എവിടെ അംശിച്ചു എന്നുള്ളത് നോക്കണം. ലഗ്നാൽ 1-ലാണോ, ലഗ്നാൽ 2-ാം ഭാവത്തിലാണോ ശുക്രൻ അംശിച്ചിരിക്കുന്നത്, 3-ാം ഭാവത്തിലാണോ അംശിച്ചിരിക്കുന്നത് നോക്കാം. 1-ലാണെങ്കിൽ ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ ലഗ്നത്തിന് വേണ്ടി കണ്ടമാനം കഷ്ടപ്പെടേണ്ടി വരും. അത് കിട്ടുകയും ചെയ്യും. അഷ്ടമത്തിൽ നിന്നുകൊണ്ട് 2-ാം ഭാവത്തിലാണ് അംശിച്ചെങ്കിൽ ആത്മകാര ഗ്രഹമായിരിക്കുന്ന ശുക്രൻ്റെ കാരകം വഴി 2-ാം ഭാവത്തിലേക്കാണ് ശ്രദ്ധ കൂടുതൽ വരുന്നത് എന്നുള്ളതാണ്. അഷ്ടമത്തിൽ നിന്നുകൊണ്ട് 3-ാം ഭാവത്തിലേക്കാണെങ്കിൽ 3-ാം ഭാവത്തിൽ അംശിച്ചപ്പം 3-ാം ഭാവത്തിൻ്റെ വിഷയങ്ങളിലേക്കാണ് ശ്രദ്ധ കൂടുതൽ വരിക എന്നുള്ളതാണ്.
അഷ്ടമത്തിൽ നിന്നുകൊണ്ട് 4ലേക്ക് നോക്കിയാൽ 4ൽ അംശിച്ചാൽ അഷ്ടമത്തിൽ നിന്നുകൊണ്ട് 4ലേക്കുള്ള വിഷയങ്ങളായിരിക്കും കൂടുതലായിട്ട് ചിന്ത വരുന്നത് എന്നുള്ളതാണ്. അഷ്ടമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ അഷ്ടമത്തിൽ ശുക്രൻ നിൽക്കുമ്പോഴുള്ള സ്വക്ഷേത്ര ബലവാനാണ്, ആത്മകാരകനായതുകൊണ്ട് അതിൻ്റെ വിഷയം നമ്മൾ കണ്ടമാനം ശ്രമിക്കും, സോൾ അതിനുവേണ്ടി ശ്രമിക്കും. പക്ഷെ ആ ശ്രമിക്കുന്നത് ഏത് വഴിയിലേക്കാണ് കൂടുതൽ കണക്റ്റഡ് ആവുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതൽ കണക്റ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ ഏത് വഴിയാണ് ബ്ലോക്ക് ആവുന്നത് എന്നുള്ളത് നമുക്ക് കൂടുതലും എങ്ങനെ മനസ്സിലാക്കാം? അത് മനസ്സിൻ്റെ സ്ഥാനം, അതായത് ഉപബോധ മനസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് കാണിച്ചു തരുന്നതാണ് ചാർട്ട് D9, അതായത് നവാംശം എന്ന് പറയുന്നത്. അപ്പോൾ അത് അഷ്ടമത്തിൽ നിൽക്കുന്ന മീനക്കാർക്ക് അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ ആത്മകാരകനായിരിക്കുമ്പം ആ ആത്മകാരക ഗ്രഹം 3ലാണ് അംശിച്ചെങ്കിൽ ധൈര്യം, സഹോദരൻ, കലാപരമായിട്ടുള്ള കഴിവുകൾ, കമ്മ്യൂണിക്കേഷൻ, ഈ ഏരിയകളിലേക്ക് വേണ്ടിയിട്ട് ആത്മകാരകൻ നന്നായി ശ്രമിക്കും അഷ്ടമത്തിൽ നിന്നുകൊണ്ട്. അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ കാരകത്വത്തിലൂടെ 3ാം ഭാവത്തിൻ്റെ പല വിഷയങ്ങളും ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള വഴിയിലേക്ക് യാത്ര ചെയ്യും. ഇപ്പം 4ആണെങ്കിൽ ആത്മകാരക ഗ്രഹം ലഗ്നാൽ 4ലാണ് അംശിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ സുഖം, അമ്മ, സ്വത്ത്, വണ്ടി, വാഹനം ഇത്യാദി വിഷയങ്ങളിലേക്കൂടെ ശ്രദ്ധ പോകും. ഇപ്പൊ പറഞ്ഞ ഉദാഹരണം ഒരു മെത്തേഡ്, അതായത് ലഗ്നം മീനത്തിൽ ജനിച്ച ഒരാൾക്ക് ആത്മകാരക ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുന്നു. അഷ്ടമത്തിൽ നിൽക്കുന്ന ഗ്രഹം ലഗ്നാൽ ഏത് ഭാവത്തിലാണ് അംശിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാവവുമായിട്ട് ഒരു കണക്ഷൻ ഇയാൾക്കുണ്ടാവും എന്നുള്ളതാണ്. ആ ഭാവത്തിന് വേണ്ടി ഇയാൾ കൂടുതൽ എഫേർട്ട് ഇടും, കൂടുതൽ ആഗ്രഹിക്കും എന്നുള്ളതാണ്. അഷ്ടമത്തിലാണ് നിൽക്കുന്നതെങ്കിലും അഷ്ടമത്തിൻ്റെ എല്ലാ വിഷയങ്ങളും അനുഭവിക്കുന്നതിനോടൊപ്പം ആത്മകാരകനായ ഗ്രഹം ഏതാണെന്ന് വെച്ചാൽ ആ ഗ്രഹത്തിൻ്റെ കാരകത്വം അനുഭവിച്ചുകൊണ്ട് അതിൻ്റെ വഴിയിലൂടെ ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത്, അംശകം വന്നിരിക്കുന്ന ഏത് ഭാവത്തിലാണ് അതിൻ്റെ സ്വഭാവത്തിലൂടെയും വരും. ഇനി ഒരു മെത്തേഡും കൂടെ ഉണ്ട്, അതും വളരെ രസമാണ്, വളരെ സിമ്പിളുമാണ്. അത് ഇത്രയേ ഉള്ളൂ. ആത്മകാരക ഗ്രഹം ലഗ്നാൽ എവിടെ നിൽക്കുന്നു, നവാംശ ചാർട്ടിൽ ലഗ്നാൽ എവിടെ നിൽക്കുന്നു, ഈ 2 ഭാവങ്ങളുടെയും ഫലം ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ച് വേണം ചിന്തിക്കാൻ എന്നുള്ളതാണ്. ഇതാണ് ലാസ്റ്റ് മെത്തേഡ്. അതായത് ആത്മകാരക ഗ്രഹം ലഗ്നാൽ, ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറഞ്ഞ പോലെ മീന ലഗ്നക്കാർക്ക് ലഗ്നാൽ അഷ്ടമത്തിൽ നിൽക്കുന്നു. നവാംശ ലഗ്നം അയാളുടേത് ധനു ആണെന്നിരിക്കട്ടെ, അവിടുന്ന് അത് ഇപ്പം വേണമെങ്കിൽ മീനത്തിൽ ഉച്ചനായിട്ട് അംശിച്ചു എന്ന് വെക്കുക. അപ്പം അഷ്ടമത്തിലാണ് D1-ലുള്ളത്. നമ്മുടെ മെയിൻ സോഴ്സ്, നമ്മുടെ പ്രാരാബ്ധം കാണിക്കുന്നത് D1-ലാണ്. D1-ൽ നിന്ന് 8-ലാണ്. എന്നാൽ D9, അതായത് നവാംശകത്തിൽ ധനുവിൽ നിന്ന് 4ാമത്തെ ഭാവമായിട്ടുള്ള എവിടാണ്, മീനത്തിലാണ് നിൽക്കുന്നത്. മീനം D1 ചാർട്ടിൽ ഏതാണ്, ലഗ്നമാണ്. നവാംശ ചാർട്ടിൽ ഏതാണ്, 4ആണ്. അപ്പം വീട്, അമ്മ, ദേഹം, ശരീരം ഇത്യാദി വിഷയങ്ങൾക്കായിരിക്കും ആ ശുക്രൻ വഴിയുള്ള ആള്, ആ ശുക്രൻ്റെ കാരകത്വവും കൂടി ചേർത്ത്. അപ്പം 1ാം ഭാവം നോക്കണം, കാരണം അവിടെയാണ് അംശിച്ചിരിക്കുന്നത്. പിന്നെ അഷ്ടമഭാവത്തിലാണ് നിൽക്കുന്നത്, ശുക്രനാണ്. ലഗ്നാൽ അത് അഷ്ടമത്തിലാണ്, D9-ന്റെ 4-ലുമാണ്. അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ച് വേണം ഫലം പറയാൻ. ഈ മുകളിൽ പറഞ്ഞ 3-4 പോയിന്റുകൾ കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. പരമാവധി മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ നോക്കിയിട്ടുണ്ട്. ഒരു പേപ്പർ എടുത്ത് വെച്ച് അതങ്ങ് എഴുതുക, വളരെ ലളിതമാണ്. 1ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആത്മകാരക ഗ്രഹം എന്ന് പറയുന്ന ഒരു ഗ്രഹം, അത് ഏറ്റവും കൂടുതൽ ഡിഗ്രി പോയതാണ്. ആ ഗ്രഹം D9 ചാർട്ടിൽ, അതായത് നവാംശ രാശി ചാർട്ടിൽ ഏത് രാശിയിൽ നിൽക്കുന്നു അതാണ് കാരകാംശകം എന്ന് പറയുന്നത്. ആ രാശിയെ വിളിക്കുന്ന പേരാണ് കാരകാംശ ലഗ്നം എന്ന് പറയുന്നത്. അത് 1ാമത്തെ പോയിന്റ്. 2ാമത്തെ, കാരകാംശ ലഗ്നത്തെ ലഗ്നമായി കണ്ടുകൊണ്ട് അതിൻ്റെ 12 ഭാവങ്ങളെ മാത്രം ചിന്തിക്കുന്ന ഒരു രീതി. അതിനി അടുത്ത രീതി എന്ന് പറയുന്നത്, ലഗ്നാൽ D1-ൽ ഒരു ഗ്രഹം ആത്മകാരകനായി വരികയും അത് D1-ന്റെ ഏത് രാശിയിലാണോ ആ ഗ്രഹം അംശിച്ചിരിക്കുന്നത്, അംശകം ഏത് രാശിയിലാണോ വന്നിരിക്കുന്നത്, ഇത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിച്ച് ചെയ്യുന്ന ഒരു ഫലം ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. പിന്നെ 3ാമത്തെ ഒരു കാര്യം കൂടെ, അതും ഞാൻ ചെയ്യുന്നതാണ്. ലഗ്നാൽ ആത്മകാരക ഗ്രഹം ഇവിടെ വരുന്നോ അതുപോലെ തന്നെ നവാംശക രാശിയിൽ, നവാംശ ചാർട്ടിൽ ലഗ്നാൽ എത്രാമത്തെ ഭാവത്തിലാണ്
ആത്മകാരകം നിൽക്കുന്നത് എന്നുള്ളത് ഇത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ച് യുക്തിയോടുകൂടി ഫലം പറയുക. 2-3 ചാർട്ടുകൾ നിങ്ങളെടുത്ത് ഇത് വെച്ച് നോക്കുക, കൃത്യമായിരിക്കും ഫലം. പ്രത്യേകിച്ച് ഈ അവസാനത്തെ 2 എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പേരുടേത് അത് പറയാൻ പറ്റുന്നുണ്ട്. ശരിയാണെന്നല്ലാതെ മാറ്റി അങ്ങനെ പറഞ്ഞിട്ടേയില്ല. അപ്പം ഉറപ്പായിട്ടും ഇപ്പം പറഞ്ഞ 3 ഫോർമുലയിൽ ഈ അവസാനം പറഞ്ഞ 2 ഫോർമുല നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ആദ്യത്തെ ഫോർമുല നിങ്ങൾ ഒന്നുകൂടെ പഠിച്ച് മനസ്സിലാക്കി ഉപയോഗിക്കുകയും ചെയ്യുക. ഉറപ്പായിട്ടും ആത്മകാരഗ്രഹം ഒരാളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതും ആത്മകാരഗ്രഹം നമുക്ക് തരുന്ന സൂചന എത്ര വലിയൊരു കർമ്മത്തിൻ്റെയാണ്, എത്ര വലിയൊരു പ്രാരാബ്ധത്തിൻ്റെയാണ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ജെമിനി അസ്ട്രോളജി തൽക്കാലം നിർത്താം. ഇനിയും അമാത്യകാരകൻ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണുള്ളത്. അതവിടെ നിൽക്കട്ടെ. അത് നമ്മുടെ ബുക്കിനകത്ത് ഞാനിതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഏരിയ തന്നെ ജെമിനി അസ്ട്രോളജിക്ക് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതവിടെ നിന്ന് വായിച്ച് പഠിക്കാൻ നോക്കാല്ലേ. ഫ്യൂച്ചറിൽ നമുക്ക് വരാം. ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് 6ാം ഭാവത്തിൻ്റെ ഫലത്തിനായിട്ട്. നമുക്ക് അടുത്ത ക്ലാസ് മുതൽ 6ാം ഭാവത്തിൻ്റെ ഫലവും അതിൻ്റെ വിശദമായിട്ടുള്ള ഫലങ്ങളെക്കുറിച്ചും പറയാം. പ്രത്യേകിച്ച് ഈ ഡെസ്റ്റിനി പ്ലാനറ്റ്സ്, പ്രത്യേകിച്ച് ഈ ആത്മകാരകനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം നിരവധി പേര് ഈ കൺസൾട്ടേഷൻ ആയിക്കൊണ്ട് തന്നെ പലരും എൻ്റെ അടുത്ത് ഈ പാസ്റ്റ് ലൈഫിനെ കുറിച്ചും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിനെ കുറിച്ച് അറിയാനും കർമ്മബന്ധങ്ങളെക്കുറിച്ച് അറിയാനും ഒക്കെ വേണ്ടിയിട്ട് പലരും വിളിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് എന്നെ കൊണ്ടൊന്ന് സംസാരിക്കാൻ വേണ്ടി വരെ ആൾക്കാർ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്, വളരെ സ്നേഹമുണ്ട്. പ്രത്യേകിച്ച് കൺസൾട്ടേഷൻ എടുത്ത് അങ്ങനെ വിളിക്കുന്നത് എനിക്കും ഒരു സഹായമാണ്. പിന്നെ നിങ്ങളോടൊക്കെ സംസാരിക്കാനും പറ്റുക എന്നുള്ളതും ഒരു വലിയ കാര്യമാണ്. ഒരു കാര്യം പറയാം, നമ്മുടെ ലഗ്നാൽ അഷ്ടമഭാവത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ 6ാം ഭാവവും ഇപ്പോൾ തുടങ്ങുവാണല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാർമിക് ലിങ്കുകളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതിനേക്കാളുപരി 8th ഹൗസിൽ കണക്ട് ചെയ്യുന്ന സമയത്ത്, 8th ഹൗസിനെ കുറിച്ച് പറയുന്ന സമയത്ത് വളരെ എവിഡൻ്റ് ആയിട്ടുള്ള, വളരെ കൃത്യമായിട്ട്, നിങ്ങൾ അസ്ട്രോളജിയുടെ കുറേയൊക്കെ ബേസിക്സ് പഠിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ കുറേ ക്ലൂസാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് 8th ഹൗസിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഡെസ്റ്റിനി റിലേറ്റഡ് ആയിട്ടുള്ള ആ കർമ്മത്തിൻ്റെ എല്ലാം നമുക്ക് ഡെസ്റ്റിനി റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ ആ ദൃഢഫലം, അദൃഢഫലം, ദൃഢാദൃഢഫലം എങ്ങനെ നമുക്ക് മനസ്സിലാവും, എങ്ങനെ അത് കൃത്യമായിട്ട് വരും എന്നുള്ളത് നമുക്ക് പഠിക്കാം. കാരണം കർമ്മഫലത്തെക്കുറിച്ച് അറിയണം, ജ്യോതിഷം നന്നായിട്ട് പഠിക്കുകയും ചെയ്യണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഈ 9 ഗ്രഹങ്ങളുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസായിട്ട് അനവധി വിഷയങ്ങളുണ്ട്. നമുക്ക് അതിനനുസരിച്ച് പലതും കാണുമ്പോൾ നമുക്ക് വാസനയ്ക്കനുസരിച്ച് അനവധി ആഗ്രഹങ്ങൾ നമുക്കുണ്ടാവും. പക്ഷേ ഏതെടുക്കണ്ട എന്നുള്ളത് നമുക്ക് ഈ ശാസ്ത്രം പഠിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും. നമുക്ക് വേണ്ടത് മതി. വളരെ കുറച്ച് സമയമുള്ളൂ നമ്മുടെ ജീവിതം. ജനനം മുതൽ മരണം വരെയുള്ള ഈ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സമയമാണ്. ഈ സമയത്ത് ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കാനും ഇഷ്ടംപോലെ കാര്യങ്ങളും ഉണ്ട്. അതിനിടയ്ക്ക് വെറുതെ ആവശ്യമില്ലാത്തതിനകത്തൊക്കെ പോയി നമ്മൾ അറിഞ്ഞുകൊണ്ട് വിട്ടുപോകരുത്. അറിയാതാണെങ്കിൽ നമുക്ക് ഓക്കെ. പക്ഷേ നമുക്ക് നമ്മുടെ കയ്യിൽ അസ്ട്രോളജി ഉണ്ട്, നമ്മുടെ കയ്യിൽ ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള അനവധി ശാസ്ത്രങ്ങളുണ്ട്, നമുക്ക് നമ്മുടെ ലൈഫുണ്ട്, നമുക്ക് അത്രയും ഫ്രീഡം ഉണ്ട്, നമുക്ക് ഫ്രീ വില്ലുണ്ട്. നമുക്ക് എങ്ങനെ ഇതിനെ ഒക്കെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. എങ്ങനെ മഴ പെയ്യാനുള്ളത് പെയ്യും, പ്രാരാബ്ധത്തിൽ ദൃഢഫലമായിട്ടുള്ളത് വരും. പക്ഷേ ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം നമുക്ക് പഠിച്ചാൽ, നന്നായി ഒബ്സർവേഷൻ സ്കിൽ ഉണ്ടായാൽ, കാലദേശങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗിക്കാൻ പറ്റിയാൽ, മഴ നനയുക എന്നുള്ളതിനേക്കാളുപരി ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു കുട ചൂടാൻ പറ്റും. മഴ എന്തായാലും വരും, മഴയൊന്നും മാറ്റാനൊന്നും പറ്റില്ല, അത് വരും. മരണം ദൃഢമാണെങ്കിൽ അത് വരും, മാറ്റാനൊന്നും പറ്റില്ല. അതുപോലെ പലതും നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് മാറ്റി ഉപയോഗിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ പ്രായം റിവേഴ്സ് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. എത്രയൊക്കെ മേക്കപ്പ് ചെയ്താലും എത്രയൊക്കെ ആൻറ്റി ഏജിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും ഒക്കെ ഒരു സമയം കഴിയുമ്പോൾ മുന്നോട്ടല്ലേ പോകുന്നത്. അപ്പോൾ അതങ്ങനെയാണത്. അപ്പം തിരിച്ചൊരു മടക്കമില്ല. അപ്പോൾ അത് സത്യമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിനിടയ്ക്ക് നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കുന്നതെന്ന് പറഞ്ഞ പോലെ ആക്സിഡൻറ്റ് വരാനുള്ളത് വരും. അത് ആ സമയത്ത് ഹെൽമെറ്റ് വെച്ചാലും വെച്ചില്ലെങ്കിലും വരാനുള്ളത് വരും. പക്ഷേ ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ സേഫ്റ്റിയാണ്. അതുപോലെയാണ് സീറ്റ് ബെൽറ്റ് പോലെ. കാർ ഓടിക്കുമ്പോൾ
നമ്മൾ വണ്ടി ഇടിക്കാൻ വേണ്ടിയിട്ടൊന്നും വരാല്ല ആരും വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. നല്ല ഡ്രൈവേഴ്സാണ് പലപ്പോഴും ആക്സിഡൻറ്റിൽ പെടുന്നത്. അതാ സമയമാകുമ്പോൾ വരാൻ യോഗമുള്ളതാണെങ്കിൽ വേറൊരാൾ അശ്രദ്ധയോടെ വഴി നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളെ കൊണ്ട് ഇടിക്കുകയും ചെയ്യാം. അപ്പോൾ വരാനുള്ളതാണെങ്കിൽ വരും. പക്ഷേ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ സേഫ്റ്റി, ആ ഒരു ഇൻഷുറൻസ് പോളിസി എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെയാണ് വാസ്തവത്തിൽ അസ്ട്രോളജി. നമ്മൾ മനസ്സിലാക്കുക സൈക്കോളജി പഠിച്ചു വെക്കുന്ന പോലെ, നമ്മൾ പല ബിഹേവിയർ പഠിച്ചു വെക്കുന്ന പോലെ, പല പല കാര്യങ്ങൾ ഇടപെടാൻ പഠിക്കുന്ന പോലെ, നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുന്ന പോലെ, നമ്മുടെ ലോ പല കാര്യങ്ങളും ഓരോ രാജ്യത്ത് ചെല്ലുമ്പോൾ, നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ രീതികൾക്കനുസരിച്ചുള്ള ലോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിച്ചു വെക്കുന്ന പോലെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ശരിയേതാ തെറ്റേതാന്നുള്ളത് നമുക്ക് വേണ്ടത്, നമ്മുടെ ശരികൾ നമ്മുടെ തെറ്റുകൾ നമുക്ക് വേണ്ടത്, നമുക്ക് ഗുണമായി വരുന്നത് ദുഃഖം വരാത്തതും സുഖം വരുന്നതും ദുഃഖം വരാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ, അല്ലെങ്കിൽ ദുഃഖം വരാൻ ഉറപ്പുള്ള കാര്യങ്ങളെ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് വാസ്തവത്തിൽ അസ്ട്രോളജി കൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്ട്രോളജി എല്ലാവരും പഠിക്കുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. തുടക്കം മുതൽ ഇപ്പോൾ ഏകദേശം 200 സംതിങ് വീഡിയോസായി. അപ്പോൾ ഇത് മൊത്തവും കാണാൻ എല്ലാവർക്കും പറ്റുമോ എന്ന് എനിക്കറിയില്ല. തുടക്കം മുതലേ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരത് മൊത്തവും കാണുക. ഇല്ലെങ്കിൽ ഈ ഉള്ള കണ്ടൻറ്റുകളെല്ലാം ചെറിയ രീതിയിലാക്കി നമ്മളൊരു അസ്ട്രോളജി ഒരു ക്ലാസ് തുടങ്ങുന്നുണ്ട്. അതിൻ്റെ മെസ്സേജ് എന്തായാലും നിങ്ങൾക്ക് വരും. അതോടൊപ്പം തന്നെ ഈ കണ്ടൻറ്റുകളെല്ലാം നമ്മുടെ ബുക്കിലും കൊടുത്തിട്ടുണ്ട്. അപ്പം ബുക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതും നോക്കാം. അപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.